കഴിഞ്ഞ ദിവസം മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഹിന്ദു ഐക്യവേദിയുടെ കാര്യാധ്യക്ഷനും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ആരാധ്യനുമായിട്ടുള്ള നേതാവ് ശ്രീ വത്സൻ തില്ലങ്കരിയെക്കുറിച്ച് തീർത്തും അപകീർത്തികരവും അധിക്ഷേപാർഹവുമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മീഡിയ വണ്ണിന്റെ വാർത്താ അവതാരകരായിട്ടുള്ള അജിംസും അതേപോലെ നിഷാദ് റാവുത്തറും ഒക്കെ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയിലാണ് തികച്ചും വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ജനകീയ അംഗീകാരമുള്ള വത്സൻ തില്ലങ്കരിയെപ്പോലുള്ള ഒരു ഹിന്ദു നേതാവിനെക്കുറിച്ച് അത്യന്തം നിന്ദ്യാർഹമായ മോശമായ പരാമർശം നടത്തിയത്. മീഡിയ വൺ ചാനലിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തീവ്രവാദ സമൂഹത്തെ അല്ലെങ്കിൽ തീവ്രവാദികളെ പിന്തുണച്ച ചരിത്രമാണ്. മീഡിയ വൺ ചാനൽ എല്ലാ കാലത്തും ഭീകരവാദികൾക്കൊപ്പമായിരുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ് മീഡിയ വൺ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ താലിബാന്റെ അധിനിവേശത്തെ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞ് പുകഴ്ത്തിയവരാണ് മീഡിയ വൺ ചാനൽ. അതേപോലെ ലോകത്തുള്ള സകലമാന ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും, ഹമാസ് അടക്കം ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപൂശുന്നതിൽ ഒരു തരത്തിൽ മത്സര സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ ചാനൽ. മുസ്ലിം സമൂഹത്തിൽ അവരുടെ മതവികാരം കുത്തിയിളക്കി മുസ്ലിങ്ങളെ ഇരകളാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കലാപകാരികളോ അല്ലെങ്കിൽ അവരെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ചാനലായിട്ട് നമുക്ക് മീഡിയ വൺ ചാനലിനെ കാണാൻ കഴിയും. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ചാനൽ അവര് അതിനുവേണ്ടി രാഷ്ട്രത്തോട് ഒപ്പം നിൽക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ ശക്തികൾക്കെതിരായിട്ടാണ് മീഡിയ വൺ എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ളത്. ഭീകരവാദത്തെ എതിർക്കുന്ന, ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ മോശപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം മീഡിയ വൺ ചാനൽ എല്ലാ കാലത്തും നടത്തി വരുന്നതാണ്. അവർക്ക് അതിനുവേണ്ടി പണം ലഭിച്ചു വരുന്നു. വിദേശത്തു നിന്ന് അടക്കം പണം ലഭിക്കുന്നുണ്ട്. അതേപോലെ കേരളത്തിലേക്ക് കടന്നു വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് എത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഹവാല പണം, ഇതെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ്. ഈ പണം യഥാർത്ഥത്തിൽ മീഡിയ വൺ പോലുള്ള ചാനലിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ദേശവിരുദ്ധ ശക്തികൾ എന്ന നിലയ്ക്കാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ഈ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ് മീഡിയ വൺ എല്ലാ കാലത്തും നിലകൊണ്ടത്. അതുകൊണ്ടാണ് മീഡിയ വണ്ണിന് ഇടക്കാലത്ത് ഒരു നിരോധനം ഏൽക്കേണ്ടി വന്നത്. സുപ്രീം കോടതിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഭരണഘടനാ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ചില ഒരു അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മീഡിയ വൺ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മീഡിയ വണ്ണിന്റെ നിലപാട് എപ്പോഴും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു. മീഡിയ വൺ അഫ്സൽ ഗുരുവിനെ പിന്തുണച്ച ചാനലാണ്. മീഡിയ വൺ യാക്കൂബ് മേമനെ പിന്തുണച്ച ചാനലാണ്. മീഡിയ വൺ അബ്ദുൽ നാസർ മദനിയെ പിന്തുണയ്ക്കുന്നു, സക്കീർ നായിക്കിനെ പിന്തുണയ്ക്കുന്നു, ബിൻ ലാദനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ മീഡിയ വൺ ചാനൽ മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ തരം സംഘടനകളെയും മതഭീകരവാദികളെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു ചാനലായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മീഡിയ വണ്ണിന്റെ പരിപാടികൾ മുഴുവൻ ഭീകരവാദത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടികളാണ്. അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് എതിരായി നിലകൊണ്ട ഒരു ചാനലാണ്. പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി നിലപാടെടുത്തൊരു ചാനലാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചൊരു ചാനലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ ചാനൽ. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ തീവ്രവാദ സംഘടന എന്ന പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയാണ് ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ ചാനൽ. ഇന്ത്യയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയെ ഒറ്റ രാഷ്ട്രമായിട്ട് അവർ കാണുന്നില്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവർ കാണുന്നില്ല. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. അപ്പോൾ ഇങ്ങനെ രാജ്യത്തെ പല കഷ്ണങ്ങളായി വിഭജിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക അജണ്ട നടപ്പാക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ ചാനൽ. അവർക്ക് ഹിന്ദു സംഘടനകളോട് കടുത്ത എതിർപ്പാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ദേശീയ ശക്തികളെ അവരെല്ലാ കാലത്തും എതിർക്കുന്നു. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും കിട്ടുന്ന അവസരം മുഴുവൻ അവർ ഉപയോഗിക്കുന്നു. ആ ദൃഷ്ടിയിലാണ് ശ്രീ വത്സൻ തില്ലങ്കരിക്കെതിരെയുള്ള അധിക്ഷേപത്തെയും കാണേണ്ടത്. ശ്രീ വത്സൻ തില്ലങ്കേരി അജിത് കുമാർ ADGP ആയിട്ടുള്ള അജിത് കുമാറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ വത്സൻ തില്ലങ്കരിയെ മീഡിയ വൺ ചാനൽ വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം നിന്ദാർഹമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ ഷിഹാബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൊലപാതകവുമായി പോലും ബന്ധപ്പെടുത്തി വസ്തുതാപരമായി അങ്ങേയറ്റം
തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയിലൂടെ ശ്രീ വത്സൻ തില്ലങ്കരിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. ഷിഹാബ് കൊല്ലപ്പെട്ടത് CPM-കാരാലാണ്. CPM-കാർ ബോംബെറിഞ്ഞിട്ടാണ് ഷിഹാബ് കൊല്ലപ്പെട്ടത്. അവിടെ RSS പ്രവർത്തകനായ ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് നേരെ ബോംബെറിഞ്ഞു. അതിൽ സഞ്ചരിച്ചിരുന്ന അമ്മ എന്ന വൃദ്ധയായ സ്ത്രീയും ജീപ്പ് ഡ്രൈവർ ഷിഹാബും കൊല്ലപ്പെട്ടു. അത് ബോംബെറിഞ്ഞ് CPM-കാരാണ്. 24 CPM-കാർ ആ കേസിൽ ലൈഫ് ഇംപ്രിസൺമെന്റിൽ, അതായത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് വസ്തുതയായിരിക്കെ ഷിഹാബ് വധക്കേസുമായി ബന്ധപ്പെടുത്തി വത്സൻ തില്ലങ്കരിയെ ആക്ഷേപിക്കാൻ പോലും തയ്യാറായി. നുണ പ്രചരിപ്പിക്കുന്നത് ഭീകരവാദ സംഘടനകളുടെ ഒരു നയമാണ്. അതിന് ഏതറ്റം വരെയും ഒരു പോവും. അപ്പോൾ ഹിന്ദു നേതാക്കന്മാരെ അവഹേളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് കേരളത്തിൽ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഹിന്ദു സമൂഹം ഈ ഭീകരവാദത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഒരു പ്രതികരണം കൂടിയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മീഡിയ വൺ, അതിൽ ഭയപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണം സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഭയപ്പാടാണ് മീഡിയ വൺ ഹിന്ദു നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള കുപ്രചരണം അഴിച്ചുവിടാൻ പ്രേരണയായിട്ടുള്ളത്. മീഡിയ വണ്ണിന്റെ ഈ പ്രചരണം അങ്ങേയറ്റം പരിഹാസത്തോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ 30% മുസ്ലിം ജനസമൂഹമുണ്ട്. പക്ഷേ മീഡിയ വണ്ണിന്റെ ബാർക്ക് റേറ്റ് 7, 8 അല്ലെങ്കിൽ 9 ആണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും സ്വീകരിക്കാത്തൊരു ചാനലാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോലും തള്ളിക്കളഞ്ഞൊരു ചാനൽ. ആ ചാനൽ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വികാരം കുത്തിയിളക്കി പ്രേക്ഷകരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഹിന്ദു സംഘടനകളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കാനോ നിശബ്ദരാക്കാനോ കഴിയില്ല. അതുകൊണ്ട് മീഡിയ വൺ ചാനൽ നടത്തിയ ഈ അധിക്ഷേപർഹമായ നടപടി അത് കുറ്റകരമാണ്. അതൊരു വ്യക്തിയുടെ കീർത്തിക്ക് ഭംഗം വരുത്തുന്നതാണ്, ബോധപൂർവമാണ്. അതുകൊണ്ട് നിയമപരമായ നടപടി മീഡിയ വൺ ചാനൽ നേരിടേണ്ടി വരും.